വിഖ്യാത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്ത് നിർണായക വഴിത്തിരിവായി മാറിയ DNA ഘടന കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് വാട്സൺ. അജയ് സുധാ ബിജു തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, 20-ാം നൂറ്റാണ്ടിലെ വലിയൊരു കണ്ടുപിടുത്തം, ശാസ്ത്രലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ കണ്ടുപിടുത്തം, അങ്ങനെ ഒരാളാണ് നമ്മളെ വിട പറഞ്ഞു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ പഠന സമയത്തെല്ലാം നമ്മൾ വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുണ്ട്. DNA ഡീഓക്സൈഡ് സ്ട്രക്ചർ, അതായത് അതിൻ്റെ ഒരു പിരിയൻ ഘടന, അത് രൂപീകരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്നു ജെയിംസ് ഡി വാട്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1962 അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്നു. ഇപ്പോൾ ഈ ഫ്രാൻസിസ് കിക്ക് എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനോടൊപ്പമാണ് ഇദ്ദേഹം ഈ DNA പിരിയൻ ഘടന അത് കണ്ടെത്തുന്നത്. രണ്ടുപേർക്കും കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ നൊബേൽ പുരസ്കാരം 1962 പങ്കുവെക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു DNA പിരിയൻ ഘടന അത് നമ്മുടെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. ഇന്നാണെങ്കിലും ഈ കുറ്റവാളികളെ കണ്ടെത്താൻ, എന്തെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളികളെ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഈ DNA പരിശോധനയാണ്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും പിതൃത്വം, അതുപോലെ തന്നെ ഇപ്പോൾ പാരമ്പര്യ ഘടന, ഇതുൾപ്പെടെ അറിയുന്നതിന് DNA ഘടന അത് അത്യാവശ്യമാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ നിരവധി സ്വാധീനങ്ങൾ ഇത് കാരണം ചെലുത്തിയിട്ടുണ്ട്. ഈ DNA ബാധിക്കുന്ന രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, ഇതിനുള്ള പരിഹാരം, ഈ DNA സ്ട്രക്ചർ മാറ്റി ഈ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ തരത്തിലുള്ള സസ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പുതിയ ജീവിവർഗങ്ങളാണെങ്കിലും ഇവയെല്ലാം സൃഷ്ടിക്കാനായിട്ടൊക്കെയുള്ള ഒരു മാർഗം, ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചത് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു പിരിയൻ ഘടന, അത് അതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ്. DNA സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അതൊരു വലിയ ഒരു മേഖലയായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ജെനറ്റിക്സിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം തുടക്കമിട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ഡി വാട്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം 97-ാം വയസ്സിൽ വിടവാങ്ങി. ഒരു കാർ അപകടത്തെ തുടർന്ന് നിരവധി നാളായിട്ട് അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു, ചികിത്സയിലായിരുന്നു, ഓർമ്മയൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ മരണം. എന്നാൽ ഇത്തരത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വിവാദത്തിനും കൂടി തിരികൊളുത്തിയിട്ടുണ്ട്. 2007 അദ്ദേഹം ടൈംസ് മാഗസീന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരേക്കാൾ IQ കുറഞ്ഞവരാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തൻ്റെ പഠനകാലത്ത് വിചാരിച്ചിരുന്നത് എല്ലാവരുടെയും ജീൻസ്, എല്ലാവരുടെയും ഒരു DNA എന്ന് പറയുന്നത് ഒരേപോലെയാണ് എന്ന് താൻ വിചാരിച്ചിരുന്നു. എന്നാൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ജീവനക്കാരോട് ഇടപെടുമ്പോൾ ഇത് തെറ്റാണെന്ന് താൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പരാമർശത്തെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ബഹുമതിയായി നൽകിയിരുന്ന പല ബഹുമാന സൂചകമായിട്ടുള്ള ടൈറ്റിലുകൾ എടുത്തു കളയുകയുണ്ടായി. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം 2014 അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്ര മെഡലുകളെല്ലാം വിൽക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. തന്നെ ശാസ്ത്ര സമൂഹം ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ഈ പരാമർശങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു കാര്യം അത് ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചരണം നാളെ അവസാനിക്കും. 122 മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുക. അവസാന ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. 1ാം ഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മുന്നണികൾ. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, 1ാം ഘട്ടം അവസാനിച്ചപ്പോൾ NDAക്ക് കൂടുതൽ മുന്നേറ്റം ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. 2ാം ഘട്ടത്തിലും അത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനുശ്രീ, ബീഹാർ ഏതായാലും 2ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനി പരസ്യ പ്രചാരണത്തിന് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വാഴ്ച 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ, ഇതിനോടകം തന്നെ 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി 122 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണം ഈ 2ാം ഘട്ടത്തിലും നടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചാരണം നടക്കുന്നത്. മോദി ഇന്നലെ ബീഹാറിലുണ്ടായിരുന്നു. വലിയ വിമർശനം, പ്രത്യേകിച്ച് ജംഗിൾ രാജ്, 1ാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ വികസനം വേണോ അതോ ജംഗിൾ രാജ് വേണോ എന്ന ചോദ്യമാണ് BJP നേതാക്കൾ, NDA നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. ഇന്നലെയും പ്രചാരണ യോഗങ്ങളിൽ അതുതന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. RJD സർക്കാർ വരികയാണെങ്കിൽ ബീഹാറിൽ പഴയതുപോലെ 90കളിലെ പോലെ ജംഗിൾ രാജ് വരും എന്ന പ്രതികരണം തന്നെയാണ്
പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ വലിയ വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ മേഖലകൾ അടക്കമുള്ള കട്ടിഹാർ അടക്കമുള്ള ജില്ലകളിൽ സീമാഞ്ചൽ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് അവിടെ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഒവൈസി മജ്ലിസ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥി നിർത്തി അവർ 5 സീറ്റ് നേടുന്നതൊക്കെ കണ്ടതാണ്. അങ്ങനെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏതാണ്ട് 40% അല്ലെങ്കിൽ 50% ഒക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുള്ള ജില്ലയിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല. ഇത്തവണയും ഏതായാലും AMIM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർ സഖ്യമായി അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ തവണത്തേത് പോലെയാണ് സാഹചര്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് അത്ര ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലുള്ള പ്രചാരണം, പ്രത്യേകിച്ച് വോട്ടുകൾ ചോരാതിരിക്കാനുള്ള പ്രചാരണം ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട്. RJDയും കോൺഗ്രസും ഒക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് 64.66 ആണ് രേഖപ്പെടുത്തിയത്. ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ വലിയ പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളും ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യുവാക്കളുടെ പങ്കാളിത്തമുണ്ടായി. അത് സർക്കാരിന് വിരുദ്ധമാണ്, സർക്കാരിന് അനുകൂലമല്ല എന്ന പ്രതികരണം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം തന്നെ പ്രശാന്ത് കിഷോർ അടക്കമുള്ള നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ക്ഷേമ പദ്ധതികൾക്ക് ജനം വോട്ട് ചെയ്തു, അതാണ് ഈ വോട്ടെടുപ്പിൽ കണ്ടതെന്ന പ്രതികരണം അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കണക്കൂട്ടലിലേക്ക് പാർട്ടികൾ കടന്നിട്ടില്ല. പക്ഷെ ആദ്യ പ്രതികരണത്തിൽ അവർക്ക് അനുകൂലമാണ് സാഹചര്യം എന്നാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ തകരാർ കാരണം 800 വിമാനങ്ങളാണ് വൈകിയത്. എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തിലാണ് സാങ്കേതിക തകരാർ സംഭവിച്ചത്. നവംബർ 6 മുതലാണ് പ്രശ്നം തുടങ്ങിയത്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സെക്രട്ടറി സമീർ കുമാർ സിൻഹ, AE ചെയർമാൻ വിപിൻ കുമാർ, AE അംഗം M സുരേഷ്, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അടിയന്തര അവലോകന യോഗം വിളിച്ചു ചേർത്താണ് ഇന്നലെ രാത്രിയോടെ പ്രശ്നം പരിഹരിച്ചത്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇത് കാരണം